എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. മറുനാടൻ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. അഹമ്മദ് സാറാണ്. സാംസ്കാരിക പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്. സാർ നമസ്കാരം. നമസ്കാരം മനുജ, പറയൂ. സാർ, നമ്മുടെ നാട്ടിൽ താലിബാനികൾ ഒരുപാട് പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സുംബ എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അതിന്റെ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ സമസ്തയുടെ ആളുകൾ വിസ്ഡം എന്ന് പറയുന്ന അവരുടെ പേര് അവരങ്ങനെ ഇട്ടിരിക്കുന്ന തന്നെ ഒരു ഫാബ്രിക്കേറ്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രശ്നമാക്കുന്നു. ഇത് ആദ്യമായല്ല. സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും അവർ പബ്ലിക് സമൂഹത്തിൽ തുല്യരായി പരിഗണിക്കപ്പെടണമെന്നും അവരിട കലർന്നുകൊണ്ട് ജീവിക്കണമെന്നും ഒക്കെ പറയുമ്പോൾ ആണും പെണ്ണും ചേർന്നാൽ അതിൽ ലൈംഗികമായുള്ള ചിത്രം കൊടുത്തുകൊണ്ട് അത് ആഭാസമാണെന്നൊരു ഏഭ്യത്തരമാണെന്നും ഒരു നിർവചനമാണ് ഇവർ കാണുന്നത്. നമ്മൾ ആരും കാണാത്തൊരു നിർവചനം ഇവർ ഉണ്ടാക്കിയെടുക്കും. സാർ, എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം ഇതിലൊക്കെ? അടിസ്ഥാന പ്രശ്നം ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പുതിയ ലോകത്തിന്റെ അവബോധത്തോട് അലിഞ്ഞു ചേരാൻ മടിക്കുന്ന ഒരു മനസ്സ് അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ യാഥാസ്ഥിതികത്വം എന്ന് പറയുക. നിലവിലുള്ള ഒരു നമ്മുടെ ശീലങ്ങൾ അതേപടി തുടരണമെന്ന് വാശി പിടിക്കുന്നതിനാണല്ലോ യഥാസ്ഥിതി, നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ് യാഥാസ്ഥിതികത്വം എന്ന് പറയുക. അതല്ലെങ്കിൽ ബിന്ദു മിനിസ്റ്റർ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്ക് കൊണ്ടുപോകുന്ന പിന്തിരിപ്പൻ ചിന്താ പദ്ധതി. ഇത് രണ്ടുമല്ല മനുഷ്യന് ആവശ്യമുള്ളത്. മനുഷ്യന് നോക്കേണ്ടത് മുന്നോട്ടാണ്, പോകേണ്ടത് മുന്നോട്ടാണ്, ജീവിക്കേണ്ടത് പുതിയ കാലത്താണ്. വർത്തമാനവും ഭാവിയും ചേർന്ന ഒരു ദർശനമാണ് ഏതൊരു ജനതയ്ക്കും ആവശ്യമുള്ളത്. അങ്ങോട്ട് ഇപ്പോഴും കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് എത്താൻ പറ്റുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു സങ്കടം. യഥാർത്ഥത്തിൽ ഈ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പരിഷ്കരണ പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തെ യാഥാസ്ഥികന്മാരാണ്. അവരെ ജിന്നി ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്. മുജാഹിദിനകത്തെ പ്രധാനപ്പെട്ട 3 ഗ്രൂപ്പുകളിൽ ഒന്നാണത്. അവര് മാത്രമല്ല, ഇത് എനിക്ക് തോന്നുന്നു അവരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഏറെക്കുറെ എല്ലാവരും അതിനകത്ത് നിന്ന്. പക്ഷേ ഞാൻ ആശാവഹമായൊരു പ്രതികരണം കണ്ടത് ഇന്നലെ KNM-ന്റെ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പ്രസ്താവന വന്നല്ലോ നമ്മുടെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്നവരുടെ ഇത്തരം പ്രസ്താവനകൾ നമ്മുടെ സമൂഹത്തെ ടി പി അബ്ദുള്ള കോയ മദനി അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ ആശാവഹമായിട്ടും സ്വാഗതാർഹമായിട്ടുമാണ് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞത് ഈ മാതിരി പ്രസ്താവനകൾ കൊണ്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് യാതൊരു പ്രയോജനവുമില്ല. ആകെ പ്രയോജനം ഉണ്ടാകുന്നത് അങ്ങേയറ്റം വിഭാഗീയത ഉണ്ടാക്കാൻ അവസരം കാത്തിരിക്കുന്ന ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ അതിന് കരുവിട്ട് കൊടുക്കുകയാണ്. വെറുപ്പിന്റെ ഒരു അന്തരീക്ഷം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇമാതിരി വർത്തമാനങ്ങൾ മിണ്ടിപ്പോകരുത് എന്ന് ഈ വിസ്ഡം ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള മുജാഹിദ് ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് കൂടിയാണത് KNM-ന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാക്കളൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ MSF-ന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ ഒരു പ്രതികരണം വന്നത്. MSF-കാര് ചോദിക്കുന്ന ചോദ്യം, ഈ ലഹരിക്കെതിരായും ആരോഗ്യം നന്നാക്കാനും ഒക്കെ ഈ സുംബ ഡാൻസ് ചെയ്താൽ മതി എന്നതിന് എന്താണ് തെളിവ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഒന്ന് കാര്യം ആലോചിച്ചു. ഈ സംഗീതവും നൃത്തവും ഒക്കെ മനസ്സിലുണ്ടായാൽ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ താളബോധം വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ആ മനുഷ്യൻ ക്രിമിനലാവുക ഇല്ല എന്ന ചിന്തയെങ്കിലും മനസ്സിൽ വരണ്ടേ. ഈ സത്യത്തില് ഈ അപായകരമായ ലഹരിക്കാണ് നമ്മൾ എതിര്. എന്നാൽ ആനന്ദകരമായ ലഹരി കൊണ്ട് അപായകരമായ ലഹരിയെ മറികടക്കുക എന്നതാണ് സുംബ ഡാൻസിന്റെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ നമ്മുടെ മന്ത്രിമാർക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ അതാണ് ചെയ്യേണ്ടത്. താളത്തോടു കൂടി എക്സസൈസ് ചെയ്യുമ്പോൾ ആരോഗ്യം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ താളം നിറയുന്നു. നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും ഓരോ വാക്കും താളാത്മകമായി തീരുന്നു. അങ്ങനെ ആയി തീരുമ്പോൾ അവർക്കൊരു പുതിയ ലഹരി, അവരുടെ ഉള്ളിൽ തന്നെയുള്ള ജെനുവിനായ ആനന്ദകരമായ ഒരു ലഹരി കണ്ടെത്താൻ കഴിയും. അതിനവരെ സഹായിക്കുന്നു. അതൊന്നുകിൽ ഒരു താളമാകാം, സംഗീതമാകാം, ചിത്രകലയാകാം, നൃത്തമാകാം, അത് എന്തുമാകാം, അല്ലെങ്കിൽ ഇപ്പോ സാഹിത്യമാകാം, വായനയാകാം. മനുഷ്യന്റെ ഉള്ളിലുള്ള ജെനുവിനായ യഥാർത്ഥ ലഹരിയിലേക്ക് മനുഷ്യനെ ഉണർത്തിക്കൊണ്ട് വരികയാണ് കൃത്രിമവും അപായകരവുമായ ലഹരികളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പോസിറ്റീവായ മാർഗം. അല്ലാതെ അതിനെ ഉപദേശ പ്രസംഗം നടത്തുകയല്ല. ഇവർ വിചാരിക്കുന്നത് എന്താ? ഇവരെത്ര നൂറ്റാണ്ട് കാലമായി ആലോചിച്ചു നോക്കൂ. കേരളത്തിലെ മുസ്ലിം സമുദായ സംഘടനകളുടെ ഒക്കെ മതപ്രസംഗങ്ങൾ ഒരു കാലത്ത് സോഷ്യൽ മീഡിയക്കൊക്കെ ഇവരെതിരായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോ അവർ ഏറ്റവും കൂടുതൽ മതപ്രസംഗങ്ങൾ വലിയ തോതിൽ വിറ്റഴിക്കുന്നതും ഈ സോഷ്യൽ മീഡിയയിലാണ്. എന്നാൽ ഈ ഡ്രഗിന് ഇപ്പോ
ഡ്രഗ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരായി എത്രായിരം പണ്ഡിതന്മാർ എത്ര കാലമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഡ്രഗ് മാഫിയ വർദ്ധിക്കുന്നു, ഡ്രഗിന്റെ ഉപയോക്താക്കൾ കൂടുന്നു, അതിന്റെ വിൽപ്പനക്കാർ കൂടുന്നു, അതിന്റെ ഏജൻസികൾ കൂടുന്നു, അതിന്റെ കണ്ണികൾ കൂടുന്നു. ഇതൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെ ഉണ്ടാകുന്നു ചിന്തിക്കണ്ടേ? കെ.ടി. ജലീൽ ഓർപ്പിച്ചത് ഓർമ്മയില്ല, എങ്ങനെയാണ് ഇത്രയേറെ മദ്രസ വിദ്യാഭ്യാസം കിട്ടിയിട്ട് എന്റെയും കെ.ടി. ജലീലിന്റെ ഒക്കെ സമുദായം ഇത്രയേറെ ക്രിമിനലുകൾ നിറയുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെയുള്ള ഇവര് മാറ്റിപ്പണിയേണ്ട സമയമായി. അവരുടെ കയ്യിലുള്ള മതപ്രസംഗം കൊണ്ട് ധാർമ്മികത വളർത്താൻ കഴിയുന്നില്ല. അതിനു പകരം ധാർമ്മിക വിദ്യാഭ്യാസത്തിന് പോസിറ്റീവായ പുതിയ കാലത്തെ കാലികവും ശാസ്ത്രീയവുമായ മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് സുംബ ഡാൻസ് എന്ന് പറയുന്ന ഒരു മാർഗം അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇതിന് തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്, ശാസ്ത്രീയമായി തെളിയിച്ചിട്ട് മരുന്നാണോ? അങ്ങനെ മരുന്നല്ലല്ലോ തീർച്ചയായിട്ടും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ. മണ്ടത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപകടം പിടിച്ചൊരു കാര്യം ലേറ്റസ്റ്റ് ഞാൻ കാണുന്നത്, ഈ കേരളത്തിന്റെ ഒരു ഗതികേടുണ്ട് മനുജ, നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷം കഴിഞ്ഞ കുറെ കാലമായി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കൾച്ചർ ഉണ്ട്. പുരോഗമനപരമായി എന്തെങ്കിലും ഒരു നിയമനിർമ്മാണത്തിന്റെ ചെറിയൊരു കൊടി കാണിക്കും, എന്നിട്ട് നമ്മുടെ മതയാഥാർത്ഥികന്മാരെ പ്രകോപിപ്പിക്കും. അവര് തിട്ടൂരങ്ങളും പ്രസ്താവനകളുമായിട്ട് ഇറങ്ങും. അപ്പോ ഗവൺമെന്റ് അവരെ പ്രീണിപ്പിക്കാൻ ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഓർമ്മയുണ്ടോ കേരളത്തിലെ കരിക്കുലം ഏറ്റവും ഒടുവിൽ ഞാനൊക്കെ നന്നായിട്ട് ഇടപെട്ടൊരു കേസാണ്. കേരളത്തിലെ കരിക്കുലം മാറ്റത്തിന്റെ ഭാഗമായി അത് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ടൈമിങ്ങിനെ ബാധിക്കുന്നു പറഞ്ഞ് രംഗത്ത് വന്നപ്പോ ഇപ്പൊ എവിടെ പോയി കരിക്കുലം പരിഷ്കാരം? അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കരിക്കുലം പരിഷ്കരിക്കണം എന്ന് പറയുന്ന പുരോഗമനവാദികളെയും കൂടെ നിർത്തും, എന്നിട്ട് അതിനെതിരായി വരുന്ന വലിയ മല പോലെ വലിയ ആരവം ഉണ്ടാക്കി രംഗത്ത് വരുന്ന ഈ ശുദ്ധ യാഥാസ്ഥികന്മാരായ മതപണ്ഡിതന്മാരെയും പ്രീണിപ്പിക്കും. എന്ന് പറഞ്ഞാൽ യാഥാസ്ഥികന്മാരെയും നമുക്ക് വേണം, പുരോഗമനവാദികളെയും നമുക്ക് വേണം. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നോക്കോ സൂംബ ഡാൻസിൽ സംഭവിക്കാൻ പോകുന്നത്. ശിവൻകുട്ടി ഇപ്പൊ എത്രയൊക്കെ തന്നെ ഈ അപരിഷ്കൃതമായ മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും, ബിന്ദു ടീച്ചർ എന്തൊക്കെ പറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത് ആത്യന്തികമായി സമസ്തയുടെ KNM-ന്റെ ഒക്കെ നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിക്കും, അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കും. എന്നിട്ട് എന്താ പറയുന്നത്? MV ഗോവിന്ദൻ മാഷ് പറയണത് ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നത് ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ, സ്കൂൾ അസംബ്ലി നിർബന്ധമല്ലേ? നമ്മളൊക്കെ എനിക്ക് മനുഷ്യർക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഞങ്ങളെയൊക്കെ കാലത്ത് പോലും ഈ മാസ് ഡ്രിൽ ഉണ്ടായിരുന്നല്ലോ. എന്താ വ്യത്യാസം? മാസ് ഡ്രില്ലിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, താളം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒറ്റ വ്യത്യാസമല്ലേ ഉള്ളൂ. മാസ് ഡ്രില്ല് ഒരുമിച്ചല്ല ചെയ്തത്, ആൺകുട്ടിയും പെൺകുട്ടിയും. ഇവർക്കൊക്കെ ചെയ്യാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവര് ഭയപ്പെടുന്ന കാര്യം അതല്ല. ഭയപ്പെടുന്ന കാര്യം ഇതില് കൃത്യമായി പറയേണ്ടത് സ്കൂളാണോ, സ്കൂൾ യൂണിഫോം അംഗീകരിക്കണം. സ്കൂളാണെങ്കിൽ സുംബ ഡാൻസ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ, ഈ അതാത് കാലത്തെ പരിഷ്കാരങ്ങൾ അംഗീകരിക്കണം. അല്ലാത്തവർക്ക് അവരുടെ വഴി തേടാം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇവര് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളെ കുറയുമോ? അത് നമ്മുടെ സമാന്തര ഈ അണയുടെ വിദ്യാലയങ്ങൾക്ക് ഗുണകരമായി തീരുമോ എന്ന ചോദ്യം വരും. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് അതിനെ നേരിടാൻ പോകണം. അണയുടെ വിദ്യാലയങ്ങളിൽ ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ആനുകൂല്യത്തോടും അംഗീകാരത്തോടും കൂടി നടക്കുന്ന ഏതൊരു സ്കൂളിലും നിർബന്ധമാക്കണം. അല്ലാത്തവർ സ്കൂൾ അതല്ലേ ആലോചിച്ചു. സാർവത്രികമായ വിദ്യാഭ്യാസം നിർബന്ധമാക്കുമ്പോൾ ആ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഓരോരോ കാലത്ത് വരുന്ന മൗലികമായ പരിഷ്കാരങ്ങളെയും അംഗീകരിക്കാതെ പറ്റുമോ? അതുകൊണ്ട് ഇതാണ് ചോദ്യം. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇത് ആശാവഹമായ ഒരു നടപടിയായിരുന്നു, പരിഷ്കാരമായിരുന്നു. പക്ഷെ ഇവര് രംഗത്ത് വരുമ്പോ തന്നെ അറിയാം, ഇവരാണ് വോട്ട് ബാങ്ക്. ഇവരുടെ കയ്യിൽ വോട്ടുണ്ട്. ഈ പാവങ്ങളായ കുട്ടികൾ, ഞാനൊക്കെ ഒരു ജീവിതകാലം മുഴുവൻ കുട്ടികളെ പഠിപ്പിച്ചു വരാം. പല കുട്ടികളും ഇപ്പൊ ഇന്നലെ ഞാനൊക്കെ പല വീടുകളിലെയും റെസ്പോൺസ് എനിക്ക് കിട്ടി. അവർക്ക് ഇപ്പൊ സ്കൂളിൽ പോകാൻ തിരക്കാണ്, രാവിലെ നേരത്തെ പോകണം. ഒന്നാലോചിച്ചു. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ മറ്റാര് ഇത്തരം പിന്തിരിപ്പൻ നിലപാടെടുത്താലും മുസ്ലിം കമ്മ്യൂണിറ്റി എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയും. എന്താ കാരണം എന്നറിയോ? മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് നിറഞ്ഞതാണ്. മനുഷ്യർക്ക് അറിയുന്നറിയില്ല, രാവിലെ 7:30 ഒരു കണ്ണും തിരുമ്മി കുളിക്കാൻ പോലും നേരമില്ലാതെ ഈ കുട്ടികൾ ഈ പറഞ്ഞ ഭീകരമായ ജിന്നിന്റെ യൂണിഫോം ഒക്കെ ഇട്ട് മദ്രസയിൽ പോകേണ്ടി വരികയാണ് കുട്ടികൾ. അത് കഴിഞ്ഞ് 9:30 ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് ഈ അമ്മമാര് ഈ ബാഗും കൊടയും അവസാനം എന്തെങ്കിലും ഒന്ന് വഴിയിൽ വെച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഭക്ഷണം വാരി കൊടുക്കുന്നത്. എന്നിട്ടാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. ഹോംവർക്ക് ചെയ്യാൻ നേരമില്ല, നന്നായി കുളിക്കാൻ നേരമില്ല, കളിക്കാൻ ഒട്ടും നേരമില്ല. അത്തരം കുട്ടികൾക്ക് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ സാമാന്യ ബോധം വരുന്ന കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് അവൻ കഴിക്കേണ്ട ഭക്ഷണം എന്താണ്, അവന്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് എങ്ങനെയാണ്, അവന്റെ ജീവൻ അപായം പറ്റാതെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന വിദ്യാഭ്യാസമാണല്ലോ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ മുസ്ലിം കുട്ടിക്ക് ഒരു അവസരവും ഇല്ല. മദ്രസയിലെ പഠിപ്പിക്കുന്നില്ല, എനിക്ക് നന്നായിട്ട് അറിയാം.
ആരോഗ്യം പഠിപ്പിക്കുന്നില്ല, ഭക്ഷണശീലങ്ങൾ പഠിപ്പിക്കുന്നില്ല, ഒന്നുമില്ല. ആകെ പഠിപ്പിക്കുന്നത് ഹലാലോ ഹറാമോ പാടില്ല എന്ന് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അത് മതിയല്ലോ, അത് പോരല്ലോ കുട്ടിക്ക് ജീവിക്കാൻ. അങ്ങനെ വരുമ്പോൾ മുസ്ലിം കുട്ടികൾക്ക് അനിവാര്യമാണ് തൊട്ട് എനിക്കറിയാം ഇവിടെയൊക്കെ ഞങ്ങളുടെയൊക്കെ തോട്ടിന്റെയും കുളത്തിന്റെയും കരയിലൂടെ കുട്ടികൾ ഇങ്ങനെ കൗതുകത്തോടെ ആരെങ്കിലുമൊക്കെ ചാടി കളിക്കുന്നത് നോക്കി നിൽക്കുന്നല്ല. ആ കുട്ടികൾക്കൊന്ന് ചാടി കളിക്കാനോ കുടിക്കാനോ നീന്താനോ നേരം കിട്ടുന്നില്ല. ആ കുട്ടികൾക്ക് വൈകുന്നേരം കളിക്കാൻ പോകുന്ന നേരമില്ല. ട്യൂഷൻ അതിനേക്കാളും വലിയ ഭീകരമാണ് കേട്ടോ. ഞാൻ പറയുന്നത് ഈ മദ്രസകൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ നശിപ്പിക്കുന്നുവോ അതിനേക്കാളും ഭീകരമാണ് രാവിലെയും വൈകുന്നേരമുള്ള ട്യൂഷൻ. രാത്രി പോലും ട്യൂഷനാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അത്യന്തം ആരോഗ്യത്തിനും ഒരു ചോദ്യം ബാക്കിയാവുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം ബാക്കിയാവുന്നത്. അതായത് ഈ മതവിദ്യാഭ്യാസം എപ്പോഴും യാഥാസ്ഥിതികമാണെന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. അത് എന്റെ അഭിപ്രായമാണ്. ഞാൻ മതമില്ലാതെ ജീവിക്കുകയും അത് അനുസരിച്ച് എന്റെ ജീവിതത്തിൽ ഇതുവരെ മതം കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്നെ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷന് പോകാത്തൊരു സോഫ്റ്റ്വെയർ ആണ് എന്റെ തലച്ചോർ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു യാഥാസ്ഥിതികത്വം ഇല്ല. പക്ഷെ ഞാൻ ഈ സമൂഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ എന്റെ കാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ സമൂഹത്തിന് എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഗുണങ്ങളും ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് മതം പഠിപ്പിച്ചതല്ല. ഇത് എന്നെ എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചെടുത്ത എന്റെ സറൗണ്ടിങ്സിൽ നിന്ന് ഞാൻ പഠിച്ച എന്റെ സ്കൂൾ ഘട്ടങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത ആർജിച്ചെടുത്ത സാമൂഹിക മൂല്യമാണ്. എന്റെ ചോദ്യം ഈ മതവിദ്യാഭ്യാസം മാത്രമായി പോകുന്ന ഇടങ്ങളിൽ നിന്നും കുട്ടികൾ അല്ലെങ്കിൽ അത് ആ ഒരു പിടിയിൽ നിന്നും കുട്ടികൾ പോകുന്നതിന്റെ പേടിയാണോ ഇങ്ങനെ യാഥാസ്ഥിതികവാദികൾ എപ്പോഴും ഇങ്ങനെ നോക്കൂ, നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ. സെക്സ് എഡ്യൂക്കേഷന്റെ കാര്യം പറയുമ്പോൾ അപ്പോൾ തന്നെ അതിൽ കടവെക്കുന്നു. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സെക്സ് പഠിപ്പിക്കുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. മറ്റൊന്നായിരുന്നു ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾക്കൊക്കെ ഉപരിയായി അപ്പോഴും അത് അവിടെ വന്നിട്ട് പറയുന്നു അത് പാടില്ല, അങ്ങനെയല്ല, ആണും പെണ്ണും ഒന്നല്ല, തുല്യരല്ല എന്ന് പറയുന്നു. ഇപ്പൊ സാറ് നേരത്തെ സൂചിപ്പിച്ച സമയദൈർഘ്യം 15 മിനിറ്റ് വെച്ച് രാവിലെ മറ്റേ അരമണിക്കൂർ കൂട്ടുന്നത് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുന്നു. ഇപ്പൊ സുംബയിലേക്ക് വരുന്നു. അപ്പം എന്താണ് നമ്മൾ ഇപ്പൊ ഈ പറയുന്നത് ഇവർ പറയുന്ന ഭാഷ, ഈ ചെറിയ മക്കൾ ഡാൻസ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കായിക ഇനത്തിൽ ഏർപ്പെടുമ്പോൾ എന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എനിക്കത് ആഭാസമായി തോന്നുന്നില്ല, അത് ലേഖ്യത്തരമായി മഴിഞ്ഞാട്ടമായി തോന്നുന്നു. പക്ഷെ ഇവർക്കത് തോന്നുകയാണ്. അടിസ്ഥാനപരമായി ഉള്ള ഈ ഒരു പ്രതിസന്ധി ഈ യാഥാസ്ഥിതിയിൽ നിന്ന് കുട്ടികൾ മാറുകയും അവർ ഇൻഡിവിജ്വൽ ആവുകയും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യുമ്പോൾ ആർക്കും പേടിക്കുന്നത് കൊണ്ടാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സംശയമൊന്നുമില്ല. സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ കാൽച്ചുവട്ടിൽ എന്ന് പറഞ്ഞാൽ മതപൗരോഹിത്യത്തിന്റെ അടിമകളായി കഴിഞ്ഞിരുന്ന സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ, വലിയ തോതിൽ അവരുടെ കാൽച്ചുവട്ടിൽ നിന്ന് ഈ കാൽച്ചുവട്ടിലെ മണ്ണ് എന്ന് ഞാൻ പറയുന്നത് ഈ വിശ്വാസത്തിന്റെ ഈ വലയത്തിൽ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവർ മുന്നോട്ട് വലിയ തോതിൽ മാറുന്നുണ്ട്. ഒരു ഉദാഹരണം എടുത്തോളൂ. ഞങ്ങള് ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ, ഞാൻ പറയുന്ന മതവിദ്യാഭ്യാസം വേണ്ട, മതവിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ യാതൊരു അപകടവും വരാനില്ല എന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. പക്ഷേ മതവിദ്യാഭ്യാസം അവനവന് വിശ്വാസം ഉള്ള കാലത്ത് ആ വിശ്വാസത്തിന്റെ ഡീറ്റെയിൽസ് അവൻ ആർജിച്ചോളൂ. അത് പഠിപ്പിക്കേണ്ടത് ഈ കൊച്ചു പ്രായത്തിലല്ല. അതൊക്കെ അത് മറ്റൊരു കാര്യം. പിന്നെ അതല്ല, ചെറുപ്പം തൊട്ട് തന്നെ 7 വയസ്സിന് മുമ്പ് തന്നെ എന്റെ മതത്തിന്റെ സകലമാന ആചാരാനുഷ്ഠാനങ്ങളും എന്റെ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്റെ അവകാശവും എന്റെ ആവശ്യവും എന്റെ മതപരമായ ബാധ്യതയുമാണെന്ന് വിചാരിക്കുന്ന ഒരു വലിയ സമൂഹം നാട്ടിലുള്ളപ്പോൾ അത് അവരുടെ ജനാധിപത്യപരമായ അവകാശമായിട്ട് ഞാൻ കാണുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ മതവിദ്യാഭ്യാസം ഉള്ളപ്പോൾ തന്നെ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണ്? ഇതാണ് മദ്രസാ വിദ്യാഭ്യാസം. ഞങ്ങളൊക്കെ മതവിദ്യാഭ്യാസത്തെ എതിർക്കുകയല്ല, പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ മതവിദ്യാഭ്യാസത്തിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണ്? ഒന്നാമത്തെ വിദ്യാഭ്യാസം മദ്രസയിലെ 1-ാം പാഠത്തിൽ പഠിപ്പിക്കേണ്ടത് മക്കളെ നിങ്ങളുടെ ജീവിത വിജയം ഭൗതിക വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ സമയത്തിന് സ്കൂളിൽ പോകണം, സ്കൂളിൽ നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം എന്നാകണം മദ്രസയിലെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി പഠിപ്പിക്കുന്ന അധ്യാപകരും ആലിമീങ്ങള് ഈ ഉസ്താദുമാർ ആദ്യം പഠിപ്പിക്കേണ്ട പാഠം അതാണ്. രണ്ടാമത്തെ പാഠം, നാം ജീവിക്കുന്ന ഇന്ത്യ, ഈ ഇന്ത്യയിൽ സർവ്വ മതങ്ങളും സൗഹാർദ്ദത്തോടെ ജീവിക്കേണ്ട ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം വിശ്വാസി പെരുമാറേണ്ടത്, അത് പഠിപ്പിക്കണം. 3, ഈ രാജ്യത്ത് നമ്മെ നിലനിർത്തുന്നത്, നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കവചം ഭരണഘടനയാണ്, ഇന്ത്യൻ ഭരണഘടന, അത് പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ പുതിയ കാലത്ത് മതവിദ്യാഭ്യാസം പോലും നൽകാവൂ. അത് പഠിപ്പിക്കാത്ത മദ്രസകളെ ഈ ലൈസൻസ് കൊടുക്കാതെ നിയന്ത്രിക്കാൻ സാധിക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ വാദിക്കുന്നത്. ഞാൻ നിന്റെ നിലപാടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ പൂർണ്ണമായും ജനാധിപത്യ വിശ്വാസിയാണ്. ഞാൻ അതിനെ പൂർണ്ണമായും ഞാൻ മാനിക്കുന്നു. ആർക്കും സംഭവിക്കുന്നത് മനുജ പറയുന്നതിന്റെ ഒരു കാര്യം വളരെ ശരിയാണ്. കാരണം ഇവരുടെ കയ്യിൽ നിന്ന്, ഇപ്പൊ നിനക്ക് അറിയുമെന്നറിയില്ല, ഞങ്ങളൊക്കെ കുറ്റബോധത്തോടെ സിനിമ കാണാൻ പോയവരാണ്. ഇപ്പോഴും കുറ്റബോധമില്ലാതെ സിനിമക്ക് പോയിട്ട് വാ എന്ന് ഞങ്ങളുടെ ഒന്നും കുടുംബത്തിൽ ആരും മക്കളോട് പറയാറില്ല. എന്റെ മക്കൾക്കൊക്കെ അത് അനുവദിക്കാൻ പറ്റുന്നത് ഞാൻ ഒരു അവബോധത്തിലേക്ക് ഏതോ കാലത്ത് വളർന്നു പോയത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വേണ്ട,
സിനിമയിൽ അഭിനയിക്കാമോ? കലാമണ്ഡലത്തിൽ നൃത്തം പഠിക്കാൻ പോയതിന് എന്റെ നാട്ടിലെ ഒരു കുടുംബത്തിൽ 2 കുട്ടികൾ, നിനക്കറിയോ, VP മൻസിയ, VP റൂബിയ എന്നൊക്കെ പറഞ്ഞ 2 കുട്ടികൾ അറിയാം. ഭീകരമായിട്ട് അനുഭവിക്കുന്നവര്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നൃത്തം പഠിക്കണ്ട, സംഗീതം ഇപ്പോഴും വലിയ മതപ്രസംഗ വീരന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഗീതം കൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഇപ്പൊ MSF നേതാക്കൾ ചോദിക്കുന്ന പോലെ സംഗീതം പഠിച്ചിട്ട് എന്ത് ഗുണമുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഈ മാതിരി അസംബന്ധങ്ങളുടെ ചോദ്യങ്ങളായിട്ട് വരികയാണ്. ഇതിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഇവര് പറയുമ്പോഴും ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ ക്യാമറ ഉള്ള കല്യാണങ്ങൾക്ക് ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്നൊക്കെ പുരോഹിതന്മാർ പറഞ്ഞിരുന്നു. ഇപ്പൊ അവരാണ് ഈ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർ സ്വന്തം ചാനൽ നടത്തുന്നു, അവര് ഞാൻ പറയുന്നത് മാറുന്നു. പക്ഷെ അപ്പോഴും അവർ സത്യസന്ധത കാണിക്കുന്നില്ല. എന്താ കാരണം എന്നറിയോ? മക്കളെ, പണ്ട് ഞങ്ങൾ പറഞ്ഞ് തെറ്റായിരുന്നു ഇപ്പൊ ഞങ്ങൾ പഠിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ബോധം വന്നിരിക്കുന്നു പറയണ്ടേ? പറഞ്ഞിട്ടില്ല. പോട്ടെ, സിനിമ ഹറാമാണോ ഹലാലാണോ എന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിൽ മിക്കവാറും ഒരു താലൂക്ക് ഒരു വാർഡിൽ ഒരാളെങ്കിലും, പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ മലയാള സിനിമയുടെ മുന്നിലോ പിന്നിലോ ഉണ്ട്. എന്ന് വെച്ചാൽ അണിയറയിലോ അരങ്ങിലോ ഉണ്ട്. ഇവരോട് ചോദിച്ചിട്ടല്ല, ഒരു പണ്ഡിതനോടും ചോദിച്ചിട്ടില്ല. ഞാനിപ്പോ ഈയിടെ ഒരു ഉദാഹരണം പറയും. ഈ ഹജ്ജ് ഉംറ ഏറ്റവും കൂടുതൽ നടത്തിയിരുന്ന വലിയൊരു വ്യവസായി, വലിയൊരു ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന വലിയൊരു വ്യവസായി പൊന്നാനിയിലുണ്ട്. ബെൻസി നാസർക്ക എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇന്ന് മലയാളത്തിലെ വലിയ ഫിലിം പ്രൊഡ്യൂസറാണ്. എന്താ കാര്യം? ഹജ്ജും ഉംറയും നടത്തുന്നതിനേക്കാൾ നല്ല വ്യവസായമാണ് സിനിമ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഞാൻ പറഞ്ഞത് ഇവരുടെ കാൽച്ചുവട്ടിൽ നിന്ന്, ഇവരുടെ തിട്ടൂരത്തിന് എങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഇന്ന് മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെ എടുത്തു നോക്കൂ, മലയാള സിനിമയിലെ റൈറ്റേഴ്സിനെ, ആക്ടേഴ്സിനെ ഒക്കെ എടുത്തു നോക്കൂ, സിനിമയിലും സീരിയലിലും ഉള്ളവരെടുത്ത് നോക്കൂ. മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇവരോട് ചോദിക്കാതെ, ആരോടും ചോദിക്കാതെ പുതിയ കാലത്തോടൊപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഇവരാണ് ഇപ്പോഴും ഈ കമ്മ്യൂണിറ്റിയെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് വലിയ ഭയപ്പാടുണ്ട്. ഈ ഗവൺമെന്റ് കൂടി ഇത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ ഈ സമുദായത്തെ എത്ര കാലം ഇങ്ങനെ അടിമകളാക്കി കൊണ്ടു നടക്കാൻ പറ്റും? അവര് ഞങ്ങളുടെ ഒരുപാട് മാറ്റങ്ങളും വരുന്നില്ലേ? നമ്മൾ അതും കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ? ഇപ്പൊ സാറ് പറയുന്നു, ഓരോ പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാർഡ് തലത്തിൽ ഒരാളുടെ സിനിമയുടെ അണിയറയിലോ അതിന്റെ ക്യാമറയുടെ മുന്നിലോ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. ഈ സുംബ കളിക്കുന്ന കുട്ടികളെല്ലാം വളരെ ആസ്വദിച്ചാണ് കളിക്കുന്നത്. മാത്രമല്ല, അതിന്റെ കമന്റ് ബോക്സുകളിൽ, ഈ വാർത്തകളിലെല്ലാം കമന്റ് ബോക്സിൽ ധാരാളം ആളുകൾ ഇതിനെതിരെ, അതായത് ഇപ്പോഴുള്ള മതചിട്ടൂരങ്ങളെ എതിർത്തും സംസാരിക്കുന്നുണ്ട്. മാറ്റങ്ങൾ സംഭവിക്കുന്നതിനല്ല നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. തീർച്ചയായിട്ടും പോസിറ്റീവാണ്. ഞാൻ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകാനുള്ള വഴി അവർ കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അവർ പ്രത്യക്ഷത്തിൽ പക്ഷെ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ മതപുരോഹിതന്മാരെ നേരിട്ട് എതിർക്കാനൊന്നും അവർ പോയി എന്ന് വരില്ല. പക്ഷെ മൗനം കൊണ്ട്, കർമ്മം കൊണ്ട് അവർ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ടോ അവര് സ്വന്തം നിലയിൽ അധ്വാനിച്ച് കുറച്ച് അംഗീകാരം നേടുമ്പോൾ, ഞാനിപ്പോ ഇവിടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ VP മൻസിയ കലാമണ്ഡലത്തിൽ ചേർന്നപ്പോൾ വലിയ കോലാഹലം ഉണ്ടാക്കി. ആ മൻസിയ പിന്നീട് MA ഭരതനാട്യം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോയി 1ാം റാങ്കോട് കൂടി ജയിച്ചു വന്നു. കേരള നിയമസഭയിൽ ഈ മുസ്ലിം ലീഗ് MLA മാർ ഉൾപ്പെടെയുള്ളവർ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ചു. അവളെ കൊണ്ട് ആലോചിച്ച് നോക്കൂ, എന്താ മാറ്റം. മാത്രമല്ല, ഇപ്പോ ഈ നാട്ടിലെ സകലമാന ആഘോഷങ്ങളുടെയും വിധികർത്താവായും ജഡ്ജായും അതിഥിയായും ഒക്കെ അവർ ആനയിക്കപ്പെടുന്നു. എന്താ അതിന്റെ അർത്ഥം? ഇവരുടെ തിട്ടൂരത്തിന് വഴങ്ങാതെ മുന്നോട്ട് പോയവരെ ഇന്നല്ലെങ്കിൽ നാളെ ഈ കമ്മ്യൂണിറ്റി അംഗീകരിക്കുമെന്ന് വന്നിരിക്കുന്നു. ഏതുവരെയാണ്? ഇപ്പോ നമുക്ക് ആവശ്യത്തിന് മേൽവിലാസം സ്ഥാപിച്ചെടുത്താൽ മതപുരോഹിതന്മാരുടെ മൗനമെങ്കിലും അവർക്ക് പിന്തുണയായിട്ട് വരും എന്നൊരു ധാരണ വന്നിരിക്കുന്നു കമ്മ്യൂണിറ്റിക്ക്. അതുകൊണ്ട് ഇവർ കലാപം കൂട്ടുന്നില്ല എന്ന് വിചാരിക്കേണ്ട. അവര് കർമ്മം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വലിയ കലാപം ഉണ്ടല്ലോ, ആ കലാപമാണ് ഈ സമൂഹത്തെയും സമുദായത്തെയും മുന്നോട്ട് നയിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ വളരെ പോസിറ്റീവാ. സുംബ ഡാൻസിന് ഇപ്പൊ ഗവൺമെന്റ് മുന്നോട്ട് പോയാലും സുംബ ഡാൻസുമായി മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ മുന്നോട്ടേ പോകും. അവര് നടത്തും. സ്കൂളിൽ നിന്ന് നിരോധിച്ചാൽ, ഇപ്പോ ഈ മതപുരോഹിതന്മാരുടെ തിട്ടൂരത്തിന് വഴങ്ങിയിട്ട് ഗവൺമെന്റ് എങ്ങാനും പിന്നോട്ട് പോയാൽ, നമ്മുടെ സ്കൂളിന്റെ മുറ്റത്ത് സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലും സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പും വൈകുന്നേരവും ഒക്കെ സുംബ ഡാൻസ് നടക്കും. അതുകൊണ്ട് സമൂഹം മുന്നോട്ട് പോകും. ഗവൺമെന്റ് പിന്നോട്ട് പോയാലും സമൂഹം മുന്നോട്ട് പോകും. ആശാവഹമാണ്, പോസിറ്റീവാണ് കാര്യങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്. ഏതൊരു പരിശ്രമത്തിനും അതിന്റെ എഫക്ട് ഉണ്ടാവും പോസിറ്റീവായിട്ട്. ആ പരിശ്രമം പരാജയപ്പെട്ടു എന്ന് വരാം, പക്ഷെ അത് ഇൻ എഫക്ട് പരാജയപ്പെടുകയല്ല, അത് വിജയിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഈ യാഥാസ്ഥിതികരായ മുസ്ലിം മാതാപിതാക്കളുടെ കുറച്ചു പേർക്ക് റെസ്ട്രിക്ട് ചെയ്യുന്നവരുണ്ടാകും, കുറച്ചു പേരൊക്കെ മാറി ചിന്തിച്ചവരുണ്ടാകും, പൂർണ്ണമായി മാറിയവരും ഉണ്ടാകും. അതെ മനുജ, ഇതിന് പറയുന്ന റീസണബിൾ അല്ലല്ലോ, അവർക്ക് തന്നെ ബോധ്യമുള്ളതല്ലല്ലോ, അവര് തന്നെ കൺവിൻസിങ് അല്ലല്ലോ. ആണും പെണ്ണും ഒരുമിച്ച്, കൊച്ചു കുട്ടികളാണ്, ആണും പെണ്ണും ഒരുമിച്ച് മിങ്കിൾ ചെയ്യാൻ പാടില്ല. ഒരുമിച്ച് സ്കൂളിൽ പോകാൻ പറ്റുമോ? ഒരുമിച്ച് അസംബ്ലിയിൽ നിൽക്കാൻ പറ്റുമോ? മദ്രസയിൽ പോകുന്നില്ലേ? ആണോ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചല്ലേ? ഞാൻ പറയുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ഇനിയിപ്പോ
വേഷവിധാനം ആരവരോട് പറഞ്ഞത്? ഇവരൊന്ന് പോയി നോക്കട്ടെ. ഇവരൊക്കെയല്ലേ PTA കമ്മിറ്റി. ഈ നാട്ടിലെ മുഴുവൻ സ്കൂളുകളുടെയും PTA തുറന്നു വെച്ചിരിക്കുകയല്ലേ മനുഷ്യന്റെ മുമ്പിൽ. തീർച്ചയായിട്ടും. അവിടെ പോയിട്ട് ഏത് വേഷവിധാനമാണ് പറ്റാത്തതെന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ സ്കൂൾ യൂണിഫോമിൽ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് ഇവർ എന്തിനു എതിർക്കുന്നു? ന്യായമില്ല. ആകെ പറയുന്നത് ഇതിന്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ആകെ പറയുന്നത് ഈ ആടിക്കുഴയാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്ന വാദം. ആടിക്കുഴയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ആടുന്നതിനും പാടുന്നതിനുമാണ് കലാപ്രവർത്തനം എന്ന് പറയുക. ആ കുട്ടിയെ അതിന് പരിശീലനം കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, അവന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു. രണ്ട്, മാനസികാരോഗ്യം മെച്ചപ്പെടുന്നു. അപ്പോ അവൻ ശരീരത്തിന് ആരോഗ്യമുള്ളവനാകുന്നു, മനസ്സിന് ആരോഗ്യമുള്ളവനാകുന്നു. ഈ രണ്ട് ആരോഗ്യം ഉണ്ടാകുമ്പോൾ അവൻ സാമൂഹ്യ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. രണ്ട്, അവൻ രാഷ്ട്രത്തിന് ഗുണകരമായി തീരുന്നു. തീർച്ചയായിട്ടും അവൻ ജീവിതത്തിൽ വലിയ വിജയം നേടുന്നു. അവൻ ആ കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും നല്ല മാതൃകയായി തീരുന്നു. അതല്ലേ കാണേണ്ടത്. അങ്ങനെ കാണാൻ പറ്റാത്തതാണ് കുഴപ്പം. തീർച്ചയായിട്ടും. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും. എന്തായാലും പഴയൊരു എന്താ പറയാ തലമുറയല്ലല്ലോ. അവരിപ്പോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. വിദേശ വിദ്യാഭ്യാസത്തിലേക്ക് അസ്പിറന്റ് ആയിട്ടുള്ള കുട്ടികളാണ്, പോകുന്നുണ്ട്. അവിടെ ചെന്ന് അവർ തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന പോലുമില്ല പല ആളുകളും. കാരണം ഇങ്ങനത്തെ യാഥാസ്ഥിതിക കാരണം. അതുകൊണ്ട് മാറ്റങ്ങൾ. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു നോക്കൂ. ആരാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്ന ആരാണ്? ഇപ്പൊ മലബാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. അവർ പഠിക്കാത്ത യൂണിവേഴ്സിറ്റികളില്ല, അവർ പോകാത്ത രാജ്യങ്ങളില്ല. അവരുടെ ആസ്പിറേഷൻ തന്നെ, ഏറ്റവും വലിയ മോഹങ്ങൾ തന്നെ പുറത്തു പോയി പഠിക്കുക എന്നുള്ളതാണ്. ആർക്ക് തടഞ്ഞു വെക്കാനാവും ഇവരെയൊക്കെ? അതുകൊണ്ട് ഈ കുട്ടികളൊക്കെ ഒരു കാര്യം ഉറപ്പാണ്. നമ്മുടെ മതപണ്ഡിതന്മാരെക്കാൾ, നമ്മുടെ യാഥാസ്ഥിക മതസംഘടനകളുടെ നേതാക്കന്മാരെക്കാൾ എത്രയോ ഫോർവേഡാണ്, എത്രയോ മുൻപന്തിയിലാണ്, എത്രയോ നല്ല അവബോധത്തോടെ ചിന്തിക്കുന്നവരാണ് ആ വീട്ടിലെ മക്കൾ. സ്വന്തം വീട്ടിലെ മക്കളെ ബോധ്യപ്പെടുത്താനാവാത്ത നിലപാടുകൾ പബ്ലിക് ഡൊമൈനിൽ വന്ന് പറഞ്ഞവൻ വീട്ടിനകത്ത് അപഹാസ്യനാവുകയുള്ളൂ, പരിഹാസ്യനാവുകയുള്ളൂ. പിന്നെ അവൻ എങ്ങനെയാണ് സമൂഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക? തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയോടെ കണ്ടാൽ മതി. കുട്ടികളിൽ വിശ്വാസം അർപ്പിക്കുകയും. ഇനി ഗവൺമെന്റിന്, എനിക്ക് ആശങ്ക ഇപ്പോഴും ഗവൺമെന്റിനെ കുറിച്ചാണ്. ഏത് മഹാപണ്ഡിതൻ പറഞ്ഞാലും, ഏത് മതപണ്ഡിതൻ പറഞ്ഞാലും ഞങ്ങൾ ശരിയായ നിലപാടെടുത്ത് മുന്നോട്ട് പോകും, സുംബ ഡാൻസ് നടപ്പാക്കിയിരിക്കും എന്ന് പറയട്ടെ. മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. മിണ്ടാൻ നേരമായിട്ടുണ്ട്. അപ്പോ എനിക്ക് ആശങ്കയുള്ളത് ഗവൺമെന്റിനെ കുറിച്ചാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ചല്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ട. അവർ മുന്നോട്ട് തന്നെ പോകും. തീർച്ചയായിട്ടും. വളരെ വ്യക്തമാണ്. വളരെ പ്രതീക്ഷയുള്ള വാക്കുകൾ തന്നെയാണ് പറഞ്ഞത്. എന്തായാലും മാറ്റങ്ങളുണ്ട്. ഞാൻ പണ്ട് മലപ്പുറത്ത് ആണ് എന്റെ PG ചെയ്തത്. ആ സമയത്ത് മലപ്പുറം ഒന്നും അല്ല ഇപ്പോ. ഒരുപാട് മക്കൾ പുറത്തേക്ക് ഒരുങ്ങി. ഞാൻ തിരൂരാണ് സാർ പഠിച്ചത്, മലപ്പുറത്ത്. അപ്പോ അതെ, വളരെ യാഥാസ്ഥിതികമായ ഒരു പശ്ചാത്തലമൊക്കെ ആയിരുന്നു അന്ന്. അന്ന് ഞങ്ങൾ ആണുങ്ങളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അസ്വസ്ഥരാവുന്ന നാട്ടുകാരും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. മോറൽ പോലീസിങ് വളരെ കൂടുതലായിരുന്നു. ഇപ്പൊ തിരൂർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോറൽ പോലീസിങ്ങുകാരൊക്കെ കണ്ട് മടുക്കുമല്ലോ. പറഞ്ഞാലും ഞങ്ങൾ ഇത് ചെയ്തിരിക്കും. അങ്ങനെയായി കഴിഞ്ഞൊരു മാറ്റം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് മാറി. ഒന്നാമത് വേറൊന്നുമല്ല, പുതിയ കാലം, പുതിയ വിദ്യാഭ്യാസം, പുതിയ അവബോധം. പിന്നെ കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ ഈ കുടത്തിലിട്ട് അടച്ച കുട്ടികളല്ല ഇപ്പൊ. എന്റെ മക്കളൊക്കെ ഇപ്പൊ അവർ ഡൽഹി പോയി പഠിക്കുന്നു, പോണ്ടിച്ചേരി പോയി പഠിക്കുന്നു. ഇവരൊക്കെ പുറത്തു വരും. മാത്രമല്ല അവർക്ക് UK പോകാൻ ആഗ്രഹിക്കുന്നു, US പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോ അവരുടെയൊക്കെ ആസ്പിറേഷൻ മാറിപ്പോകുന്നു. അവരുടെയൊക്കെ ആകാശത്തിന്റെ വിധാനം വർദ്ധിക്കുന്നു. നമ്മൾ തടഞ്ഞു വെച്ചാൽ ഏത് പറ്റേ? എന്റെ ഒരു വീടിനകത്ത് ഒരു അടുക്കളയിൽ എത്ര കാലം ഈ കുട്ടികളെ ഇവർക്ക് തടഞ്ഞിടാൻ പറ്റും? അവർ പോയിരിക്കുന്നു, അവർ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതാണ് പ്രശ്നം. എന്റെ മനസ്സിന്റെ പരിമിതികളെ, എന്റെ ആകാശത്തിന്റെ അതിരുകളെ എന്റെ മക്കൾ ഭേദിച്ചു പോകുമ്പോൾ ഒരു മൗലാനക്കും ഈ രാജ്യത്ത് ഒന്നും ചെയ്യാനാവില്ല. കുട്ടികൾ മുന്നോട്ട്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഗവൺമെന്റിൽ എന്തായാലും മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുമെന്നും ഇത് തുടരുമെന്നുമുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കാം. പക്ഷെ അത് തുടർന്നില്ലെങ്കിലും സാറ് പറഞ്ഞതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുട്ടികളെ ഒന്നും അങ്ങനെ തടഞ്ഞു നിർത്താമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അവർ മാറുകയും ചെയ്യും. സർക്കാർ നിരോധിച്ചാലും മുമ്പേ അവർ കളിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരുപാട് സന്തോഷം പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. താങ്ക് യു.